മുൻ AICC അധ്യക്ഷയും രാജ്യസഭാ MP-യുമായ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയറുവേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെയാണ് സോണിയാഗാന്ധിയെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. വയറ്റിലെ ചില പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ ദിവസം രാവിലെയാണ് സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. എന്നിരുന്നാലും വലിയ ആശങ്കയൊന്നുമില്ല. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. സർ ഗംഗാറാം ആശുപത്രിയിലെ മാനേജ്മെന്റ് ബോർഡ് ചെയർമാൻ ഡോക്ടർ അജയ് സ്വരൂപ് പറഞ്ഞു. ഗ്യാസ്ട്രോ എൻട്രോളജി സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ സമീരൻ നുണ്ടിയുടെ പരിചരണത്തിലാണ് സോണിയാഗാന്ധി കഴിയുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 78 വയസ്സ് തികഞ്ഞ സോണിയാഗാന്ധി ഫെബ്രുവരി 13-ന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിനിടെ രാജ്യസഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. പണം ഞങ്ങൾ തരും. രാജ്യത്ത് ഏകദേശം 14 കോടി ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാക്കിയ അവർ സർക്കാരിനോട് ജനസംഖ്യാ സെൻസസ് എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടു. രാജ്യസഭയിലെ തന്റെ ആദ്യ സീറോ ഹവർ ഇടപെടലിൽ ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കുകൾ അനുസരിച്ചല്ല, മറിച്ച് 2011-ലെ സെൻസസ് അനുസരിച്ചാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ഗുണഭോക്താക്കളെ കണക്കാക്കുന്നതെന്നും സോണിയാഗാന്ധി പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.